ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ ഡേ 1 ഇൻ ഖത്തറാണ്. ഇന്ന് ഞങ്ങൾ പോയ സ്ഥലങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടാലോ. അതായത് ഒരു എൻഡ് പോയിന്റ് ആണ്. ഇവിടെ 3 ലൈൻ ഉണ്ട്, റെഡ്, ഗ്രീൻ, ഗോൾഡ്. റെഡ് ലൈൻ ഏറ്റവും വലിയ ലൈൻ, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ലുസൈൽ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഹരിചേട്ടൻ ഞങ്ങൾക്ക് ഖത്തറിലെ മെട്രോനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ഇവിടുത്തെ മെട്രോ എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ മെട്രോൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നും ഇവിടുത്തെ റെസിഡൻസിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഇല്ല. ഇവിടെയുള്ള ആൾക്കാരൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല, അത്രയും സ്മൂത്തായിരുന്നു മെട്രോ വന്നതൊക്കെ. ഖത്തർ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ടോൾ ബിൽഡിങ്സും ലൈറ്റ്സും ഒക്കെ ആയിട്ട് വെരി നൈസ് പ്ലേസ് ടു സീ. ഒരു മിനി വേർഷൻ ഓഫ് ദുബായ് തന്നെയാണ്. പക്ഷേ ദുബായിൽ എങ്ങനെയാണ് കുറേയും കൂടി തിക്കും തിരക്കും ട്രാഫിക്കും റഷും കുറച്ചും കൂടി ലൗഡ്, അങ്ങനത്തെ ഒരു വൈബല്ലേ. പക്ഷേ ഖത്തറിലെന്ന് പറയുമ്പോൾ കുറേയും കൂടി റിലാക്സ്ഡ് ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. ഈവൻ റോഡ്സ് ഒക്കെ ആയാലും അധികം ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ട്രാവൽ. അങ്ങനത്തെ ഒരു പ്ലേസാണ് ഖത്തർ. ആൻഡ് അനീഷ് ഖത്തറിൽ വന്ന ശേഷം പറഞ്ഞത് ഖത്തർ ഇസ് എ മിനിയേച്ചർ ഓഫ് ദുബായ് വിത്തൗട്ട് തിരക്ക്, അങ്ങനെയാണ്. ആൻഡ് എനിക്കത് ശരിയായിട്ട് തന്നെ തോന്നി ഗൈസ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അടിപൊളി ബിൽഡിങ്സ് കാണാം ഗൈസ്. ഡിഫറെൻറ്റ് മോഡൽ കൺസ്ട്രക്ഷനിലൊക്കെ നല്ലൊരു ഡിഫറൻസ് ഉള്ള ബിൽഡിങ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ചേച്ചിയും ചേട്ടനൊക്കെ താമസിക്കുന്നത് അൽക്കൂർ എന്ന് പറയുന്നൊരു പ്ലേസിലാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദോഹയിലേക്കാണ്, സിറ്റിയാണ്. കുറേ കൂടി ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ആൻഡ് ഇവിടുത്തെ എല്ലാ സ്പോർട്സിലോട്ടൊക്കെ മെട്രോ ആക്സസും ഉണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കസിൻസ് ഉള്ളതുകൊണ്ടാണ്. അതല്ലാതെ വരുന്ന ആൾക്കാർക്കൊക്കെ ലൈക്ക് യു ക്യാൻ വാക്ക് അറൗണ്ട്, ടേക്ക് മെട്രോ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഇവിടെ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. ഊബർ വെരി ചീപ്പാണ്. സോ ഇഫ് യു ഗൈസ് ആർ വിസിറ്റിംഗ് ഖത്തർ, ടേക്ക് ഊബർ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് അഫോർഡബിൾ ടു. ഓക്കെ. ഗൈസ്, ആ കാണുന്നത് ഖത്തറിലെ ഫിഫ നടന്ന സമയത്ത് കളിച്ച എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പോയത് ഓൾഡ് ദോഹ പോർട്ട് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു അടിപൊളി ക്രൂയിസ് ഷിപ്പാണിത്. ഞാൻ എൻ്റെ നൈറ്റ് ഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ കാണാൻ നൈറ്റ് ഷോട്ടാണ് കേട്ടോ. ഇതാണ് സിറ്റി ഗാലറി. ഈ ഓൾഡ് ദോഹ പോർട്ടിൻ്റെ സെയിം ലൊക്കാലിറ്റി തന്നെ വരുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ് ഈ സിറ്റി ഗാലറി. ആൻഡ് ഗ്രീൻ കളർ ബസ്സസും കാറുകളൊക്കെ ടാക്സീസാണ്. ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സസ് ആണ് ഗൈസ്. ആൻഡ് നമ്മൾ ഈ സിറ്റി ഗാലറിയുടെ അകത്തേക്ക് കടക്കുമ്പോഴേക്കും നമുക്കൊരു അക്യൂറിയം കാണാം. ആൻഡ് ഇവിടെ കുറേയും കൂടി അതിൻ്റെ ഹിസ്റ്ററി, ഖത്തറിൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനത്തെയൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു പ്ലേസ് ടു വിസിറ്റ്, ദാറ്റ്സ് ഇറ്റ്.
യെസ് ഗായ്സ്, നമ്മളിപ്പോൾ ഖത്തർ ഫസ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ക്ലൈമറ്റ് ഈസ് സോ ഗുഡ്. അങ്ങനത്തെ തണുപ്പല്ല, പക്ഷെ നല്ല തണുത്ത കോൾഡ് വിൻഡാണ്. ആൻഡ് നൈസ് ക്ലൈമറ്റ്, എനിക്കിഷ്ടമായി. കൊള്ളാം, ഇറ്റ്സ് നൈസ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വസുബേബിയായിട്ട് അവിടെ ഓടിക്കളിക്കലൊക്കെയായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും റീൽസിനുള്ള വീഡിയോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. ആൻഡ് നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഒരു കോർണിഷ് ഏരിയ പോലെ തന്നെ, അതും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ ഒരു വെക്കേഷൻ മൂഡ് നന്നായി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. ആൻഡ് സൺസെറ്റൊക്കെ കണ്ടു. ഇറ്റ് വാസ് റിയലി ക്രൂസ് ഷിപ്പിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഗൈസ് ഇത്. നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് മീന ഡിസ്ട്രിക്റ്റ്. ഈ ഓൾഡ് ദോഹ പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മീന ഡിസ്ട്രിക്റ്റും. ആൻഡ് ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നല്ല കളർഫുള്ളായിരുന്നു. പേസ്റ്റൽ പിങ്ക്, പേസ്റ്റൽ ബ്ലൂ ആൻഡ് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ നേരത്തെ ലഞ്ച് കഴിച്ച കാരണം ഈ സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു പിൻവിളി വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ളൊരു ചെറിയ ഗ്രോസറി തന്നെ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അനീഷ് ഖത്തറിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ് ആ കാണിക്കുന്നത്. ഭയങ്കര വിശപ്പായി പോയി. ഞങ്ങൾ താൽക്കാല ശമനത്തിന് ജ്യൂസും ചിപ്സൊക്കെ എടുത്തു. ഓക്കെ, ഇതൊരു സൂക്ക് പോലെയാണ്. മീന ഡിസ്ട്രിക്ട് സൂക്ക് എന്ന് പറയും. ഒരു ചെറിയ മിനി സൂക്കാണ്. അതിൽ കുറേ ഓർണമെന്റ്സ്, ജ്വല്ലറീസ്, പിന്നെ അങ്ങനത്തെ കുറേ ആൻറ്റിക് പീസസ് ഒക്കെ കിട്ടും. ഗൈസ്, ഇതാണ് ഖത്തറിലെ ഫിഷ് മാർക്കറ്റ്. മീന ഡിസ്ട്രിക്റ്റിലുള്ള ഫിഷ് മാർക്കറ്റാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ കാണാൻ വന്നായിരുന്നു ഫിഷ് മാർക്കറ്റ്. പക്ഷേ ജസ്റ്റ് മിസ് 6 മണിക്ക് ക്ലോസ് ആയി. ബട്ട് അടിപൊളിയല്ലേ ഫിഷ് മാർക്കറ്റ് എന്ന് കണ്ടാ പറയില്ല, അത്ര സെറ്റപ്പ് ഗൈസ്. ലുക്ക് അറ്റ് ദ സീലിംഗ്. നമുക്ക് അവിടെ ഓപ്പൺ ആണോ നോക്കി, ഡോറ് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോ നോക്കിക്കേ. ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി വന്നായിരുന്നു ക്ലോസ് ചെയ്തു എന്ന് പറയാനായിട്ട്. പക്ഷെ അനീഷ് എന്തൊക്കെയോ പറഞ്ഞ് അവർ കുറച്ച് നേരത്തേക്ക് നമുക്ക് തുറന്നു തന്നു. ഞങ്ങൾ അകത്ത് കയറി കണ്ടു ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് വർത്ത് വാച്ചിങ് ഇറ്റ് എന്ന് തന്നെ പറയണം. അത്ര രസമുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ഫിഷ് മാർക്കറ്റാന്ന് കണ്ടാൽ പറയില്ല. ഭയങ്കര റോയൽ ഫീലിംഗ്. ഒരു പാലസിൻ്റെ അകത്തൊക്കെ കയറുന്ന പോലെ ഉണ്ട് സീലിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. സോ നിങ്ങൾ ആരെങ്കിലും മീന ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ ഓൾഡ് ദോഹ പോർട്ടിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഫിഷ് മാർക്കറ്റിൽ കയറി കാണണം. മീനൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലൈക്ക് കാണാനായിട്ടുണ്ട് ഗൈസ്. നല്ല രസമാണ് കേട്ടോ.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കണ്ടൊരു സ്ഥലമാണ് ബോക്സ് പാർക്ക്. ലൈക്ക് ഇങ്ങനെ കണ്ടെയ്നർ ബോക്സസ് ഇല്ലേ, കളറായിട്ട് ഉള്ള കണ്ടെയ്നർ ബോക്സസ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു സ്ഥലം. ആൻഡ് അതൊക്കെ ഇങ്ങനെ ചോട്ട റെസ്റ്റോറൻറ്റ്സ് ആണ്, ലൈക്ക് കഫേസ് ഒക്കെ പോലെയുള്ളതാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സൂക്കിലേക്കാണ് ഗൈസ്. സൂക്കിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം ഗൈസ്. നമ്മളവിടെ പോയതും കണ്ടതും കഴിച്ച സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീടെത്തി, ഡിന്നറൊക്കെ കഴിച്ചു. ഡേ 1 ഔട്ടിങ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഹായ് ബൈ പറയേണ്ട ടൈമായി. അപ്പോൾ ഇന്നത്തെ ഔട്ടിങ് അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ പറയൂ. ബൈ.